ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. മലപ്പുറത്ത് നിപ ബാധിച്ച് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. സംസ്കാര ചടങ്ങുകൾ നിപ പ്രോട്ടോകോൾ അനുസരിച്ച് നടത്തും. സംസ്ഥാനത്ത് 246 പേർ സമ്പർക്ക പട്ടികയിൽ. നിപ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് കേരളം ആവശ്യമായ നടപടികൾ യഥാസമയം സ്വീകരിച്ചതായി മന്ത്രി വീണ ജോർജ്. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിക്കായി സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തി. മൺകൂനയിൽ ലോറി ഇല്ലെന്ന് സ്ഥിരീകരിച്ചതായി കർണാടക റവന്യൂ മന്ത്രി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ന് സർവകക്ഷി യോഗം ചേർന്നു. ലോക പൈതൃക സമിതിയുടെ 46ാമത് സമ്മേളനത്തിന് അല്പസമയത്തിനകം ന്യൂഡൽഹിയിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ക്രിക്കറ്റിൽ യുഎഇക്കെതിരെ ഇന്ത്യയ്ക്ക് 78 റൺ ജയം. വാർത്തകൾ വിശദമായി. മലപ്പുറത്ത് നിപ ബാധിച്ച് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. ഇന്നലെ നിപ സ്ഥിരീകരിച്ച പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. വെന്റിലേറ്ററിലായിരുന്നു കുട്ടി. ഇന്ന് രാവിലെ 11:30യോടെയാണ് മരണം സ്ഥിരീകരിച്ചതെന്ന് മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. രാവിലെ അതീവ ഗുരുതരാവസ്ഥയിലായ കുട്ടിക്ക് ഹൃദയാഘാതവും ഉണ്ടായി. സംസ്കാര ചടങ്ങുകൾ നിപ പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും നടത്തുകയെന്നും മന്ത്രി പറഞ്ഞു. ഈ മാസം 10-നാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പനി ബാധിച്ചത്. ആദ്യം പാണ്ടിക്കാട്ടെ ക്ലിനിക്കിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി. രോഗം മൂർച്ഛിച്ചതോടെ പെരിന്തൽമണ്ണയിലെയും തുടർന്ന് കോഴിക്കോട്ടെയും സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റി. ഇവിടത്തെ പരിശോധനയിൽ നിപ സംശയത്തെ തുടർന്ന് സ്രവ സാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ച സാമ്പിൾ ഫലം പോസിറ്റീവാണെന്ന് ഇന്നലെ വൈകിട്ടോടെയാണ് പുറത്തുവന്നത്. നിപ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് കേരളം യഥാസമയം ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. നിപ വൈറസിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി ലോകത്തിന് തന്നെ മാതൃകയാവുന്ന വിധത്തിൽ ഗവേഷണ പ്രവർത്തനങ്ങളുമായി കേരളം മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാനത്ത് 246 പേരാണ് നിലവിൽ നിപ സമ്പർക്ക പട്ടികയിലുള്ളതെന്നും മന്ത്രി പറഞ്ഞു. അതിനിടെ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിദഗ്ധ സംഘത്തെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിയോഗിച്ചു. വിശദാംശങ്ങളിലേക്ക്. സമ്പർക്ക പട്ടികയിലുള്ളവരിൽ 63 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഇവരിൽ രോഗലക്ഷണമുള്ള 2 പേരുടെ സാമ്പിളുകൾ ആദ്യം പരിശോധിക്കും. സമ്പർക്ക പട്ടികയിലുള്ളവരുടെ പരമാവധി സാമ്പിളുകൾ കേരളത്തിൽ പരിശോധിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൌകര്യങ്ങൾക്ക് പുറമെ തോന്നയ്ക്കൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PCR സൌകര്യവുമുണ്ട്. കൂടാതെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഒരു മൊബൈൽ ലാബ് കൂടി എത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 ഐസൊലേഷൻ റൂമുകളും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതിതീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചു. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വണ്ടൂർ, നിലമ്പൂർ, കരുവാരക്കുണ്ട് എന്നിവിടങ്ങളിൽ പ്രത്യേക പനി ക്ലിനിക്കുകൾ തുടങ്ങും. നിപ്പ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രോഗബാധയെ നേരിടാനും രോഗസ്രോതസ് മനസ്സിലാക്കാനും സാങ്കേതിക പിന്തുണ നൽകുന്നതിനുമാണ് സംഘത്തെ നിയോഗിച്ചത്. കേരളത്തിൽ ഇത് 5ാം തവണയാണ് നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നത്. 2018-ൽ കോഴിക്കോട് പേരാമ്പ്രയിലാണ് ആദ്യമായി രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 6 വർഷങ്ങളിലായി 21 പേരാണ് നിപ്പ ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മലപ്പുറത്തെ നിപ മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ 6ാം ദിവസവും തുടർന്നു. കഴിഞ്ഞ ദിവസം റഡാറിൽ സിഗ്നൽ ലഭിച്ച സ്ഥലത്താണ് ഇന്ന് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തിയത്. എന്നാൽ തെരച്ചിൽ നടത്തിയ മൺകൂനയിൽ ലോറി ഇല്ലെന്ന് സ്ഥിരീകരിച്ചതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈര ഗൌഡ മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ ഇനി മണ്ണ് നീക്കം ചെയ്യില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ലോറിയില്ലെന്നും 98% മണ്ണും നീക്കിക്കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ തെരച്ചിൽ നടത്തേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് സൈന്യമാണ്. ഇനി അർജുനായുള്ള തെരച്ചിൽ പുഴയിലേക്ക് വ്യാപിപ്പിക്കും. എന്നാൽ പുഴയിലെ തെരച്ചിൽ അതിസങ്കീർണമായിരിക്കുമെന്നും മന്ത്രി സൂചിപ്പിച്ചു. കൂടുതൽ നടപടികൾക്കായി നാവികസേനയുടെ പ്രതികരണത്തിന് കാക്കുകയാണ്. തെരച്ചിലിനായി ഇന്ന് ഉച്ചയോടെയാണ് കരസേന
ഷിരൂരിലെ അങ്കോലയിൽ എത്തിയത്. ബലഗാവിയിൽ നിന്നുള്ള 40-അംഗ സംഘമാണ് തെരച്ചിലിന് നേതൃത്വം നൽകിയത്. കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് പലപ്പോഴും തടസ്സമായി. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉച്ചയ്ക്ക് സംഭവസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ന് സർവകക്ഷി യോഗം ചേർന്നു. ഇരു സഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്താൻ യോഗത്തിൽ എല്ലാ പാർട്ടികളോടും സർക്കാർ അഭ്യർത്ഥിച്ചു. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചൊവ്വാഴ്ച കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷമുള്ള ആദ്യ ബജറ്റാണിത്. അടുത്ത മാസം 12 വരെയാണ് സമ്മേളനം. ലോക പൈതൃക സമിതിയുടെ 46ാമത് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് 7 മണിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യും. ലോക പൈതൃകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതും പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട സ്ഥലങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നത് ഈ യോഗത്തിലാണ്. 150-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 2000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം ഈ മാസം 31 വരെയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷന്റെ ഒരു ഗഡു വിതരണം ബുധനാഴ്ച തുടങ്ങുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. 1600 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. ഇതിനായി 900 കോടി അനുവദിച്ചു. ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ക്രിക്കറ്റിൽ യുഎഇക്കെതിരെ ഇന്ത്യയ്ക്ക് 78 റൺ ജയം. ഇന്ത്യ ഉയർത്തിയ 202 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ യുഎഇക്ക് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 123 റൺ നേടാനേ കഴിഞ്ഞുള്ളൂ. ഹർമൻപ്രീത് കൌർ, റിച്ച ഘോഷ് എന്നിവർ ഇന്ത്യയ്ക്കായി അർദ്ധ സെഞ്ചുറി നേടി. കേരളത്തിൽ അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് പ്രത്യേക മാർഗ്ഗരേഖ പുറത്തിറക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. രോഗവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധം, രോഗനിർണയം, ചികിത്സ എന്നിവ സംബന്ധിച്ച സാങ്കേതിക മാർഗ്ഗരേഖയാണ് പുറത്തിറക്കിയത്. ഇന്ത്യയിൽ ആദ്യമായാണ് രോഗം സംബന്ധിച്ച് സാങ്കേതിക മാർഗ്ഗരേഖ പുറത്തിറക്കുന്നത്. തുടർ പഠനത്തിനും ഗവേഷണത്തിനുമായി ഐസിഎംആർ സഹകരണത്തോടെ ഒരു സമിതിയെ നിയോഗിക്കാനും തീരുമാനമായി. എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളും മാർഗ്ഗരേഖയിലെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ യുവതിയുടെ മരണം സംബന്ധിച്ച് അന്വേഷണം നടത്താൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ചികിത്സാ പിഴവ് ആരോപിച്ച് യുവതിയുടെ ഭർത്താവ് നൽകിയ പരാതിയിലാണ് നടപടി. തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഉത്തരവ്. നെയ്യാറ്റിങ്കര സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടയിൽ യുവതിക്ക് ജീവൻ നഷ്ടപ്പെട്ടത് തികച്ചും ദൌർഭാഗ്യകരമെന്ന് ഐഎംഎ സംസ്ഥാന ഘടകം. എന്നാൽ രോഗിക്ക് വേണ്ട ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്നത് ഉൾപ്പെടെ ഒരു തരത്തിലുള്ള വീഴ്ചയും നടന്നില്ലെന്നും സംഘടനയുടെ അറിയിപ്പിൽ പറയുന്നു. അതേസമയം ഡോക്ടർ കുറ്റവാളി ആണെന്നും അറസ്റ്റ് ചെയ്യണമെന്നും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ വേണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടി ഫൌണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പൊതുപ്രവർത്തക പുരസ്കാരത്തിന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അർഹനായി. 1 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രധാന വാർത്തകൾ വീണ്ടും. മലപ്പുറത്ത് നിപ ബാധിച്ച് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. സംസ്കാര ചടങ്ങുകൾ നിപ പ്രോട്ടോകോൾ അനുസരിച്ച് നടത്തും. സംസ്ഥാനത്ത് 246 പേർ സമ്പർക്ക പട്ടികയിൽ. നിപ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് കേരളം ആവശ്യമായ നടപടികൾ യഥാസമയം സ്വീകരിച്ചതായി മന്ത്രി വീണ ജോർജ്. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിക്കായി സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തി. മൺകൂനയിൽ ലോറി ഇല്ലെന്ന് സ്ഥിരീകരിച്ചതായി കർണാടക റവന്യൂ മന്ത്രി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ന് സർവകക്ഷി യോഗം ചേർന്നു. ലോക പൈതൃക സമിതിയുടെ 46ാമത് സമ്മേളനത്തിന് അല്പസമയത്തിനകം ന്യൂഡൽഹിയിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ക്രിക്കറ്റിൽ യുഎഇക്കെതിരെ ഇന്ത്യയ്ക്ക് 78 റൺ ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.